ഒരു നല്ലയപ്പൻ്റെ ചാവരുളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വിശുദ്ധ ചാവറപിതാവ് കുടുംബങ്ങളുടെ മധ്യസ്ഥനാണ് എന്ന് നമുക്കറിയാം. കേരളത്തിലെ ക്രൈസ്തവ കുടുംബങ്ങൾക്ക് നൂറ്റാണ്ടിന് മുമ്പേ കുടുംബ ചട്ടങ്ങൾ എഴുതി നൽകി. ക്രൈസ്തവ കുടുംബം എങ്ങനെയൊക്കെ ആയിരിക്കണമെന്ന് വളരെ വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകിയ വിശുദ്ധനാണ് അദ്ദേഹം. തൻ്റെ ജീവിതത്തിലൂടെ ഒട്ടനവധി നിമിഷങ്ങൾ ശുദ്ധമായ സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും അവസരങ്ങൾ അദ്ദേഹം കുടുംബങ്ങൾക്ക് വലിയ ഉപദേശങ്ങളായി പകർന്നു നൽകുന്നത് നമ്മൾ കാണുന്നുണ്ട്. തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ വേദനകളുടെയും ദുഃഖങ്ങളുടെയും നൊമ്പരങ്ങളുടെയും നിമിഷങ്ങളിൽ യേശുവിൻ്റെ ഹൃദയപൂർവമായ ക്ഷമ ജീവിതത്തിൽ ശീലിച്ച ചാവറപിതാവ് തൻ്റെ കുടുംബക്കാർക്കും കേരളം ഒട്ടാകെയുള്ള എല്ലാ ക്രൈസ്തവ കുടുംബങ്ങൾക്കും യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും പാഠങ്ങൾ തൻ്റെ ജീവിതത്തിലൂടെ പകർന്നു നൽകുകയാണ്. ഇന്ന് വിശുദ്ധ ചാവറപിതാവിൻ്റെ ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും നല്ല ഉപദേശങ്ങൾ കേട്ടുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് ആരംഭിക്കാം. ഒരു നല്ലയപ്പൻ്റെ ചാവരുൾ എഴുതിക്കൊണ്ട് ചാവറപിതാവ് ക്രൈസ്തവ കുടുംബജീവിത ചട്ടം നൽകിയപ്പോൾ അതിലേറ്റവും തിളക്കമാർന്ന ഒരു ഉപദേശമാണ് ക്ഷമിക്കുവാനുള്ള ഉപദേശം. നമുക്കതൊന്ന് ശ്രവിക്കാം. ഒരു തറവാട്ടിൻ്റെ ബഹുമാനവും ഭാഗ്യവും യാതൊരു വഴക്കുമില്ലാതെ എല്ലാവരോടും സമാധാനമായിരിക്കുന്നത് അത്രേ. ശത്രുക്കളോട് പകരം വീട്ടുവാൻ മൃഗങ്ങൾക്ക് കൂടെയും ശക്തിയുണ്ട്. എന്നാൽ അവയെ സാരം വയ്ക്കാതെ പൊറുക്കുന്നത് മഹാശക്തിയും വിവേകവും മാന്യതയുമുള്ള ആളിന് മാത്രം കഴിയുന്നതാകുന്നു. ചാവറപിതാവിൻ്റെ ഈ ഒരു ക്ഷമയുടെ സുവിശേഷം ഇത് നമുക്കെല്ലാവർക്കും പരിചയമുള്ളതാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ പരിശ്രമിക്കുന്നതുമാണ്. ഇന്ന് നമ്മൾക്കിവിടെ സന്നിഹിതരായിരിക്കുന്ന ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കുവാൻ വേണ്ടി സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ നമ്മളവരെ ഒന്ന് പരിചയപ്പെടാൻ പോവുകയാണ്. അതിഥികളെ ഒന്ന് പരിചയപ്പെടുത്താം. ഇന്ന് നമ്മോടൊപ്പം ഈ ക്ഷമയുടെ ചാവറപിതാവിൻ്റെ ദർശനങ്ങൾ മാത്രമല്ല, ക്രിസ്തു ദർശനങ്ങളിലൂടെ തങ്ങളുടെ കുടുംബത്തെ മുന്നോട്ട് നയിച്ച വലിയ പാഠങ്ങൾ കത്തോലിക്ക സഭയ്ക്ക് നൽകിയ അഭിമാനപൂർവം ക്ഷമയുടെ പാഠങ്ങൾ ജീവിച്ച ഒരു കുടുംബമുണ്ട്. നമുക്കെല്ലാവർക്കും പരിചിതയായ കേരളത്തിലെ കത്തോലിക്ക സഭയുടെ അഭിമാനമായ ദൈവദാസി സിസ്റ്റർ റാണി മരിയയുടെ കുടുംബമാണത്. ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സഭാംഗമായിരുന്ന സിസ്റ്റർ റാണി മരിയ അക്രമിയുടെ കുത്തേറ്റ് അസംഖ്യം കുത്തുകളേറ്റ് രക്തസാക്ഷിണിയായ ആളാണെന്ന് നമുക്കറിയാം. ആ പ്രിയമുള്ള സഹോദരിയുടെ സ്വന്തം സഹോദരൻ ഇന്ന് നമ്മോടൊപ്പമുണ്ട്. അതുപോലെ തന്നെ കുടുംബ അംഗം എന്ന നിലയിൽ ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സന്യാസിനി സഭയുടെ അംഗമെന്ന നിലയിലും സിസ്റ്റർ സോണി മരിയ ഇപ്പോൾ എറണാകുളത്തുള്ള തിരുഹൃദയ പ്രൊവിൻസിലെ കൗൺസിലർ കൂടിയാണ്, വിദ്യാഭ്യാസ കൗൺസിലർ കൂടിയാണ് സിസ്റ്റർ സോണി മരിയ. നമുക്ക് ഒന്ന് പരിചയപ്പെട്ട് കുടുംബങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ രണ്ടുപേരും. സ്റ്റീഫൻ ചേട്ടൻ എന്ന് പറയുക. എൻ്റെ പേര് സ്റ്റീഫൻ വട്ടാലിൽ, പുല്ലുവഴി, പെരുമ്പാവൂരിനടുത്ത്. റാണി മരിയ സിസ്റ്ററിൻ്റെ മൂത്ത സഹോദരനാണ്. എൻ്റെ തൊട്ട് താഴെയുള്ളതാണ് റാണി മരിയ സിസ്റ്റർ. എത്ര പേരാണ് മൊത്തം? എനിക്ക് 5 സഹോദരിമാരും ഒരു ബ്രദറുമാണ്. അപ്പം ഞങ്ങൾ 7 സഹോദരങ്ങളാണുള്ളത്. ഓക്കെ, സിസ്റ്ററിൻ്റെ റിലേഷൻഷിപ്പ് ഒന്ന് പരിചയപ്പെടാം. എൻ്റെ ഇളയപ്പൻ്റെ മകളാണ് സിസ്റ്റർ റാണി മരിയ. ഞാനും സിസ്റ്റർ റാണി മരിയയും ഒരുമിച്ച് മഠത്തിൽ വന്നതാണ്. ഞങ്ങളുടെ 2 പേരുടെയും വീട്ടിൽ 7 മക്കളാണ്, 5 പെണ്ണും 2 ആണും. ഒരേപോലെയാണ്. ഞാനിപ്പോൾ ആലുവ ക്ലാരപുരം ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ ഹൗസിൽ താമസിക്കുന്നു. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന വ്യക്തികൾ താമരശ്ശേരി രൂപതയിൽ നിന്നുള്ള വിവിധ ഇടവകകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട കുടുംബങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്ക് നമ്മുടെ സംഭാഷണ വഴികളിൽ അവരെ പരിചയപ്പെടാം. ഒപ്പം നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
എ ക്രിസ്ത്യൻ ഈസ് എ ഡിഫറെൻറ്റ് പേഴ്സൺ എന്ന് പറയാനായി ഇന്ന് ലോകത്തിന് മുമ്പിൽ ക്രൈസ്തവ ചൈതന്യം ഏറ്റവും പ്രസ്ഫുരിക്കുന്ന ഒരു മൂല്യം അത് ക്ഷമയുടെ മൂല്യമാണ് നമുക്കറിയാം. ഈശോയെ വ്യത്യസ്തനാക്കുന്നതും തന്നെ കൊലയ്ക്ക് വിധിച്ച ശത്രുക്കളോട് പോലും അവസാന നിമിഷവും ഹൃദയം കൊണ്ട് ക്ഷമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മനുഷ്യനായ ദൈവപുത്രൻ്റെ ആ ഒരു മുഖമാണ് ഈശോയെ വ്യത്യസ്തനാക്കുന്നത്. ഈശോയിൽ നിന്ന് ആ പാഠം ഈശോ തന്നെ നമ്മെ പഠിപ്പിച്ചു. ഈശോയുടെ ജീവിത വഴിയിൽ വളർന്ന വിശുദ്ധ ചാവറപ്പിതാവും അതേ വഴിയിലൂടെ തന്നെ നടക്കുക എന്നാണ് നമ്മളെയും പഠിപ്പിക്കുന്നത്. ഇവിടെ ചാവറപ്പിതാവ് അവതരിപ്പിക്കുന്നത് ഒരു കുടുംബത്തിൻ്റെ അന്തസ്സ്, അഭിമാനം എന്ന് പറയുന്നത് പ്രതാപമോ പ്രൗഢിയോ അല്ല, സമ്പത്തോ വലിയ വീടോ അല്ല. ആ കുടുംബത്തിൽ, ആ തറവാട്ടിൽ ജീവിക്കുന്ന വ്യക്തികളുടെ ഹൃദയത്തിൻ്റെ ഐക്യമാണ്, അവർക്ക് ക്ഷമിക്കാനുള്ള കഴിവാണ് എന്ന് ചാവറപ്പിതാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ക്ഷമ ദൈവിക കൃപ തന്നെയാണ്. ആ കൃപ നമ്മൾ ഏറ്റുവാങ്ങിയാൽ അതിൻ്റെ ഒരു പ്രസരണം നമ്മുടെ കുടുംബം വിട്ട് പുറത്തേക്ക് വഴിഞ്ഞൊഴുകും ഒരു ലോകം മുഴുവൻ എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മുടെ പ്രിയപ്പെട്ട റാണി മരിയ സിസ്റ്ററിൻ്റെ കുടുംബം. ഒരുപക്ഷെ നിങ്ങൾ തന്നെ പല അഭിമുഖങ്ങളിലും അനുഭവ വിതരണ സമയങ്ങളിലുമെല്ലാം ഈ ഒരു അനുഭവത്തിന് പങ്കുവച്ചിട്ടുണ്ടാവാം, ഷെയർ ചെയ്തിട്ടുണ്ടാവാം, അല്ലേ? ധാരാളം പങ്കുവച്ചിട്ടുണ്ടാവാം. എങ്കിലും ശാലോം ടി വിയുടെ ഈ പ്രേക്ഷകർക്കായി ചാവറയച്ചൻ്റെ ഈ അരുളിനോട് ചേർത്ത് വെച്ച് സ്വന്തം പെങ്ങളെ കുത്തിക്കൊന്ന ഒരു കൊലപാതകിയോടുള്ള ഒരു ആങ്ങളയുടെ മനസ്സ് അതെങ്ങനെയാണ് ചേട്ടൻ, സ്റ്റീഫൻ ചേട്ടൻ, അതെങ്ങനെയാണ് ഒന്ന് പ്രകടിപ്പിക്കാൻ കഴിയുക? അത് കേട്ടപ്പോഴുണ്ടായ അനുഭവം എന്തായിരുന്നു? ഈ സംഭവം 1995 ഫെബ്രുവരി 25 ആയിരുന്നു ഈ ക്രൂരമായ സംഭവം നടന്നത്. ഈ നടക്കുന്ന ആ ദിവസം ഞാൻ അപ്പോളോ ടൈൽസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അവസരത്തിലാണ്. അങ്ങനത്തെ ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് വീട്ടിൽ ആഹാരമൊക്കെ കഴിഞ്ഞ് കിടന്ന് ഉറങ്ങുന്ന സമയത്താണ് ഈ സംഭവമായി എൻ്റെ തറവാട്ടിൽ സിസ്റ്റേഴ്സ് അങ്കമാലിയിൽ നിന്നും സിസ്റ്റേഴ്സ് ഈ വിവരം പറയാനായിട്ട് വന്നത്. അപ്പോൾ എൻ്റെ വൈഫും കൂടി ചെന്നു, എൻ്റെ മോനും കൂടി ചെന്നു. അങ്ങനെ ആകെ അപ്പോൾ അവർ പറഞ്ഞു, സിസ്റ്റർ റാണി മരിയയ്ക്ക് ഒരു അപകടം സംഭവിച്ചു, നമുക്ക് ഉടനെ അവിടെ എത്തണം എന്നാണ് അവരോട് പറഞ്ഞത്. അപ്പോൾ എൻ്റെ അനിയൻ്റെ മകൻ എൻ്റെ അടുത്ത് വന്ന് വലിയപ്പേ എൻ്റെ ഇങ്ങനെ സിസ്റ്റേഴ്സ് വന്നിരിക്കുന്നു, അതുകൊണ്ട് ആൻറ്റിക്ക് എന്തോ സംഭവിച്ചു, അത് പറയാൻ വേണ്ടി അവർ വന്നതാണ്, പപ്പങ്ങ് വന്നേ എന്നും പറഞ്ഞ് അവൻ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് തന്നെ പോയി. അപ്പോഴും ഞാൻ നല്ല ഉറക്കത്തില്ല, ഞാനും അപ്പോഴും അങ്ങ് തിരിഞ്ഞു കിടന്നു. അപ്പോഴേക്കും എൻ്റെ വൈഫ് വന്നു, ചേട്ടാ അപ്പോൾ ഇത്രയൊക്കെ കേട്ടിട്ട് ചേട്ടൻ എണീറ്റില്ലേ? ഞാനെന്താ കേട്ടെ? അപ്പോൾ അനിയൻ്റെ മകൻ സനു വന്ന് ചേട്ടനോട് പറഞ്ഞില്ലേ, അവൻ എന്തോ പറഞ്ഞു പോയി എന്ന് പറഞ്ഞു. അപ്പോഴാണ് പറയണത്, നമ്മുടെ മേരി എന്നാണ് സിസ്റ്റർ ഞങ്ങൾക്ക് പറയപ്പെടുന്ന പേര്, നമ്മുടെ മേരിക്ക് എന്തോ അപകടം സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാറിൽ 2-3 സിസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ പറയണത് നമുക്ക് ഇപ്പം തന്നെ പോകണമെന്നാണ് പറയണേ. എന്താ സംഭവം എന്നുള്ളത് അവർക്കും അറിയില്ല, ഇങ്ങനെ അപകടം സംഭവിച്ചെന്ന് മാത്രമേ അവർക്ക് അറിയാവൂ എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പം തന്നെ ഞാൻ എണീറ്റ്, അപ്പം നമുക്ക് വേഗം പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തന്നെ എണീറ്റിട്ട് മുഖമൊക്കെ ഒന്ന് കഴുകി ഒരു പാൻറ്റും ഷർട്ടൊക്കെ എടുത്തിട്ടു. അങ്ങനെ ഞങ്ങൾ പോകാനായിട്ട് ഞാൻ പോയി. അപ്പോൾ എൻ്റെ വൈഫ് എക്സ്ട്രാ ഒരു ജോഡി എടുത്തു വെച്ചു. വൈഫ് സാരിയൊക്കെ മാറി അവൾക്ക് എക്സ്ട്രാ ഒരു ജോഡി എടുത്തു വെച്ചു. അങ്ങനെ ഞങ്ങൾ തറവാട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ പറയുകയാണ് നമുക്കിപ്പോൾ വേഗം പോകണമെന്ന്. അപ്പോൾ എന്താ അങ്ങനെയൊക്കെ ഇതൊക്കെ എന്നാൽ ഈ ഒരു മരിച്ചു എന്നുള്ളൊരു ആ ഒരു വാക്ക് മാത്രം അവർക്കറിയില്ല, അത് ഈ വന്നവർക്കും അറിയില്ല അത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ അപ്പോൾ അന്നേരം അപ്പച്ചൻ, എൻ്റെ അനുജൻ, ഞാൻ, എൻ്റെ അളിയൻ, എൻ്റെ വൈഫ്, അങ്ങനെ 5 പേര് കൂടിയാണ് പോകുന്നത്. അമ്മ വീട്ടിലില്ലായിരുന്നു. അമ്മ വീട്ടിൽ മലയാറ്റൂർ നീലീശ്വരം അവിടെ പെങ്ങളുടെ വീട്ടിൽ പോയിക്കായിരുന്നു. അമ്മ എന്തോ ആവശ്യത്തിന് പോയതാണ്. അപ്പം അമ്മയ്ക്ക് മാത്രമേ അറിയാൻ പറ്റിയില്ല, അമ്മയ്ക്ക് വരാനും പറ്റിയില്ല. ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ സിസ്റ്റേഴ്സ് അപ്പോൾ അവർ ആലുവയ്ക്കാണ് പോയത്, ആലുവയ്ക്കാണ് ചെന്നത്. അപ്പോൾ ആലുവ ചെന്നപ്പോൾ പറഞ്ഞു വണ്ടി പോയി
ഇപ്പോൾ KK എക്സ്പ്രസ്സിൽ പോകാനുള്ള പരിപാടിയിലായിരുന്നു, ഭോപ്പാലിലേക്ക് പോകാനുള്ള പരിപാടിയിലായിരുന്നു പരിപാടി. അപ്പോൾ വണ്ടി പോയി. ഇനി നിങ്ങളോട് ഉടനെ തന്നെ എങ്ങനെയെങ്കിലും എത്തണമെന്നാണ് പറഞ്ഞിട്ടാണ് മറ്റേ സിസ്റ്റേഴ്സ് പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യും? ഞങ്ങൾ വേറെ 2 സിസ്റ്റേഴ്സ് ഉണ്ട്, ഞങ്ങൾ 5 പേരുമുണ്ട്. അപ്പോൾ ഡ്രൈവറോട് സിസ്റ്റർ ചോദിച്ചു, നിങ്ങൾക്ക് 6 മണിക്ക് ഒലവക്കോട് നിന്ന് മംഗള എക്സ്പ്രസ് വരുന്നുണ്ട്, ആ വണ്ടിയിലെങ്കിൽ നിങ്ങൾക്ക് വിടാനായിട്ട് ഞങ്ങളവിടെ എത്തിക്കാൻ പറ്റുമോ എന്ന് ഡ്രൈവറോട് ചോദിക്കുക. അപ്പോൾ ഡ്രൈവർ പറഞ്ഞു, ബ്ലോക്ക് ഇല്ലെങ്കിൽ ഓക്കെ, എത്തിച്ചിരിക്കും. അങ്ങനെ ഞങ്ങൾ പാലക്കാട് ഒലവക്കോടിന് പോവുകയാണ്. ഞങ്ങൾ അവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ മുറ്റത്ത് വണ്ടി നിർത്തി സിസ്റ്റർ ടിക്കറ്റ് മേടിക്കാനായിട്ട് പോയി. ഉടനെ തന്നെ മംഗളം വന്ന് നിന്നു. ഉടനെ തന്നെ ഞങ്ങൾ കയറി മംഗളയ്ക്ക് പോന്നു. അപ്പോഴും ഈ വണ്ടിയിൽ കയറിയപ്പോഴും സിസ്റ്റർ മരിച്ചു എന്ന് പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടില്ല, എൻ്റെ അപ്പച്ചനും അറിഞ്ഞിട്ടില്ല. മറ്റൊരു സൂചന ഉണ്ടെന്ന് പറയുന്നത്. അപ്പം ഞങ്ങളുടെ കൂടെ 2 സിസ്റ്റേഴ്സ് ഉണ്ടായി. അപ്പോൾ അവരോട് ചോദിച്ചു, എൻ്റെ പെങ്ങളെ എനിക്ക് ജീവനോട് കാണാൻ പറ്റുമോ? അപ്പോൾ സ്റ്റീവൻ അറിഞ്ഞില്ലേ, റാണിമരി മരിച്ചുപോയി. മരിച്ചോ? പിന്നെ ഞാൻ കുറച്ച് നേരത്തേക്ക് ഒന്നും മിണ്ടിയില്ല. അങ്ങനെ ഞങ്ങൾ ഒരു രാത്രി കഴിഞ്ഞു, 2ാമത്തെ രാത്രിയും കഴിഞ്ഞു. മൂന്നാമത്തെ ദിവസമാണ് ഞങ്ങൾ ഈ ഭോപ്പാലിൽ എത്തുന്നത്. അന്നത്തെ തണുപ്പ് എന്ന് പറഞ്ഞാൽ വിറയ്ക്കുന്ന തണുപ്പായിരുന്നു. അപ്പോൾ സിസ്റ്റേഴ്സ് വിജയവാഡ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും ഞങ്ങൾക്ക് സെറ്ററൊക്കെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് തന്നിട്ടാണ് ഞങ്ങൾ ആ തണുപ്പൽപ്പം കുറച്ചത്. അങ്ങനെ ഞങ്ങൾ ഭോപ്പാൽ പ്രൊവിൻസ് ഹൗസിൽ ചെന്നു. രാവിലെ ഒരു ചായ കഴിച്ചില്ല വരുത്തിയിട്ട് ഉടനെ തന്നെ അപ്പോൾ രാവിലെ തന്നെ ഈ ഇൻഡോറിൽ നിന്നും ഈ ബോഡി കൊണ്ട് പോന്നു ഉദയനഗറിലേക്ക്. അപ്പോൾ ഭോപ്പാലിൽ നിന്നും ഇൻഡോറിൽ നിന്നും ഒരേ ദൂരമാണ് ഈ ഉദയനഗറിലേക്കുള്ളത്. അപ്പോൾ ഈ ഭോപ്പാലിൽ നിന്നും ഇൻഡോറിലേക്ക് പോകുന്ന റൂട്ടിൽ ചാപ്പട എന്നൊരു സ്ഥലമുണ്ട്. ആ ചാപ്പടയിൽ ഞങ്ങൾ ഇറങ്ങി നിൽക്കുക. അവിടെയാണ് ഇത് ബോഡി വരണത്. അവിടെ വന്നിട്ടാണ് ഇവൻ തിരിഞ്ഞു പോകുന്നത്. അപ്പോൾ അപ്പച്ചനും എല്ലാവരും കൂടിയിട്ട് ഈ ചാപ്പടയിൽ ഇറങ്ങി നിൽക്കുന്ന സമയത്താണ് ബോഡി വരണത്. ബോഡി വന്നപ്പോൾ ആദ്യത്തെ ഒരു ടെമ്പോയിലാണ് അറേഞ്ച് ചെയ്തിട്ടാണ് ബോഡി വരണത്. ഞാൻ കയറി. സിസ്റ്റർ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ആളെ മനസ്സിലാകുന്നില്ല, ആകെ കറുത്ത് കരുവാളിച്ച്. സിസ്റ്റർ ചിരിച്ചു കഴിഞ്ഞാൽ സിസ്റ്ററിൻ്റെ പല്ലാണ് ആദ്യമേ വെളിയിൽ കാണുന്നത്. ആ പല്ല് മാത്രമേ എനിക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ഇളയ സിസ്റ്റർ അവിടെ തൊട്ടടുത്തിരിപ്പുണ്ട്. ഞാൻ ഈ മുഖത്തേക്ക് നോക്കി കഴിഞ്ഞിട്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഉടനെ തന്നെ എൻ്റെ ഇളയ സിസ്റ്റർ എന്നെ വിളിച്ച്, ചേട്ടാ അങ്ങ് പോകാമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് ഞങ്ങൾ കെട്ടിപ്പിടിച്ച് നമുക്ക് അറിഞ്ഞു പോലെ ആരാ. അപ്പം അപ്പച്ചൻ അങ്ങനെ എല്ലാവരും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഉദയനഗറിൽ ചെല്ലുക. ഉദയനഗർ ഗവൺമെൻറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു 100-100 വാഹനമുണ്ട് ഇതിൻ്റെ കൂടെ. 100-100 വാഹനങ്ങൾ ഇതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഓരോരോ സ്ഥലത്തും ഈ സിസ്റ്ററിനെ സ്നേഹിക്കുന്ന ആളുകൾ കൂടിയപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് അവരെ ഈ ബോഡി കാണിച്ചു കൊടുത്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു 4 മണിയോട് കൂടിയിട്ടാണ് ഉദയനഗർ ചെല്ലുന്നത്. അപ്പോൾ ഉദയനഗർ കോൺവെൻറ്റിൽ വെച്ചിട്ട് അപ്പോൾ അവിടുത്തെ ബോർഡിങ് കുട്ടികളെ നോക്കിക്കൊണ്ടിരുന്ന റാണിമരിയ കുട്ടികൾ വാവട്ട് കരയണ കണ്ടിട്ട് ഞങ്ങൾക്ക് തന്നെ അത്ഭുതമായി പോയി. അവിടെ വെച്ചിട്ട് അപ്പം തന്നെ കൊണ്ടുപോയി ഉദയനഗർ പള്ളിയുടെ മുറ്റത്ത് കല്ലറയിൽ ഇതടക്കം ചെയ്യുക. ഇതടക്കം ചെയ്ത് കഴിയുമ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പം ഞങ്ങൾക്ക് ഈ വികാരങ്ങളുണ്ടായത്. സാധാരണ സിസ്റ്റർ മരിച്ചു, ബോഡി നമ്മൾ അടക്കി. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഈ സിസ്റ്റം കൂടെയുണ്ട്, സോണി സിസ്റ്റം കൂടെയുണ്ട്. അങ്ങനെ ആ അവസ്ഥയിൽ ഞങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞിട്ട് കോൺവെൻറ്റിൽ വരിക. കോൺവെൻറ്റിൽ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അവിടെ നിൽക്കാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് അപ്പോൾ അന്ന് തന്നെ പോരണം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നുണ്ട് ഭോപ്പാലിൽ വന്നു. ഭോപ്പാലിൽ വന്നിട്ട് ഞങ്ങൾ രാത്രി 9:30-ക്കുള്ള KK എക്സ്പ്രസ്സിൽ തിരിച്ച് ഞങ്ങൾ പോരുകയാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ പരസ്പരം ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പോകുന്നു. ഇങ്ങനെ ഈ മരണത്തിൻ്റെ ആവശ്യങ്ങൾ, അമ്മ ഇപ്പോൾ എന്ത് ചെയ്യുമായിരിക്കും, അമ്മയുടെ അവസ്ഥ എന്തായിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോരുകയാണ്. അപ്പച്ചൻ കാര്യമായിട്ടൊന്നും സംസാരിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ അപ്പച്ചൻ അങ്ങോട്ട് വളരെ അപ്സെറ്റായിപ്പോയി. അപ്പോൾ ഞാൻ, എൻ്റെ വൈഫ്, അനിയനും കൂടിയാണ് ഇതൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരണത്. അങ്ങനെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ വൻ ജനാവലിയാണ്. അമ്മേനെ അവിടെ പോയി എൻ്റെ മകൻ പോയി കൊണ്ടുവന്നു. ഇങ്ങനെ മേമയ്ക്ക് സുഖമില്ല, അമ്മ വരണമെന്നും പറഞ്ഞ്.
അപ്പോൾ മേമയ്ക്ക് സുഖമില്ലാതെ ആശുപത്രിയിലാണ്. അപ്പോൾ ആശുപത്രിയിൽ വന്ന് പെരുമ്പാവൂർ വന്ന് കഴിഞ്ഞപ്പോൾ പറയും വീട്ടിലേക്കാണ് പോണത്. ഇപ്പം മേമ ആശുപത്രിയിലാണെങ്കിൽ പിന്നെ നീ വീട്ടിലേക്ക് പോണേ. അപ്പോൾ മേമേനെ ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അമ്മയ്ക്ക് സംഭവങ്ങൾ മനസ്സിലാവുന്നത്, ഇതൊക്കെയാണ് കാര്യങ്ങളെന്ന്. അങ്ങനെ ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ ദിവസം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് പോകാൻ പറ്റിയില്ല. ഞങ്ങളുടെ വീട്ടിൽ ഒരാഴ്ച ആരും തല പൊക്കിയിട്ടില്ല. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വന്നു, എന്നാലും അവനിത് സാധിച്ചല്ലോ, അവനിങ്ങനെ ചെയ്തല്ലോ. ഈ ഒരു കൊലപാതകം അവൻ 51 കുത്തുകൾ കുത്തിയിട്ടാണ് അവൻ കുത്തുകൾ കുത്തിയിട്ട് മരിക്കാത്ത കാരണം കൊണ്ട് ഇതിൻ്റെ ഉടമകൾ, ഇതിൻ്റെ ഈ ചെയ്യിപ്പിച്ച വ്യക്തി ജീവൻ സിംഗ് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞു ബസ്സിൽ വെച്ച് എന്നെ കുത്തി കൊല്ലണമെന്ന് പറഞ്ഞു. അപ്പോൾ ബസ്സുകാർ സമ്മതിച്ചില്ല. ബസ്സിൽ വെച്ച് കൊല്ലാനായിട്ട് അവർ സമ്മതിച്ചില്ല. ഇതിൻ്റെ മുടിയെ കുത്തിപ്പിടിച്ച് വലിച്ച് താഴേക്ക് വലിച്ചിട്ടിട്ടാണ് അവിടെ വെച്ചിട്ടാണ് കുത്തി കൊന്നത്. അങ്ങനെ 51 കുത്തി ഉണ്ടെന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ അവർക്ക് ഡോക്ടേഴ്സ് ഞങ്ങളോട് പറഞ്ഞത്. അപ്പോൾ പിന്നീട് ഞങ്ങൾ അവിടെ നിന്ന് പോന്നല്ലോ. പിന്നെ അതിനുള്ള കുർബാന കർമ്മങ്ങളൊക്കെ നമ്മളെ പള്ളിയിൽ വെച്ചിട്ട് നടത്തി അവൻ്റെ. അപ്പോൾ ഞങ്ങളുടെ ചിന്താഗതി എന്ന് വെച്ചാൽ ഇവൻ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു, നമുക്കൊന്നും ഇതെന്താന്ന് കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല. എന്തുകൊണ്ട് ഇവൻ ഇങ്ങനെ ചെയ്തു? അവസാനമാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇത് ഇവൻ്റെ സ്വന്തം അറിവുകൊണ്ട്, സ്വന്തം ഇഷ്ടം കൊണ്ടല്ല ചെയ്തത്. വേറെ ഒരു ജീവൻ സിംഗ് എന്ന് പറയുന്ന ഒരു മുതലാളിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇവനെ ഇവനെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. ഇവനൊരു കോണ്ടാക്റ്റ് കൊടുത്തേക്കായിരുന്നു, നിനക്ക് ഞാൻ 10,000 രൂപ തന്നേക്കാം, നീ ആ സിസ്റ്ററിനെ കൊല്ലണം. ഇനി ഇതിൻ്റെ കാരണം കൂടെ ഒന്ന് പറയണ്ടേ, ഇതിന് കൊല്ലാനുള്ള കാരണം പറയണ്ടേ. സിസ്റ്റർ അവിടെ സാമൂഹ്യ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നു, സോഷ്യൽ വർക്ക് നടത്തിക്കൊണ്ടിരുന്ന സിസ്റ്ററാണ്. അപ്പോൾ സിസ്റ്റർ അവിടെ ചെല്ലുന്ന സമയത്ത് അവിടുത്തെ ജനങ്ങൾക്ക് ഒരറിവോ അല്ലെങ്കിൽ ഒരു അക്ഷരജ്ഞാനമോ അല്ലെങ്കിൽ ഈ സമൂഹത്തെ പറ്റിയുള്ള യാതൊരു വിവരം അവർക്കില്ല. ഈ ജീവൻ സിംഗ് എന്ന് പറയുന്ന വ്യക്തി അവിടുത്തെ പഞ്ചായത്ത് മെമ്പറാണ്. ഇവൻ്റെ ഈ കൈ കൂടെയാണ് എല്ലാ കാര്യങ്ങളും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഒരു കൃഷി ചെയ്യണമെങ്കിൽ അവർക്ക് പൈസ ഇല്ല. അപ്പോൾ ഇങ്ങേര് വായ്പയോട് കൊടുക്കണം അവർക്ക് അവിടെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ. ഈ വായ്പയോട് കൊടുത്തു കഴിഞ്ഞാൽ കാലാവസ്ഥ അനുകൂലമല്ലെങ്കിൽ പ്രതികൂലമായി കഴിഞ്ഞാൽ അത് നശിച്ചു പോകും. അങ്ങനെ നശിച്ചു പോയി കഴിയുമ്പോൾ ഇവർക്ക് ഇത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അവരുടെ ഒരാളെ അടിമയായിട്ട് പിടിച്ചുകൊണ്ട് പോകും. ഈ അടിമയായിട്ട് പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരു 5-10 വർഷം വരെ അവരെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കും, എന്നിട്ട് വിടും. അങ്ങനെയാണ് ഇവരെ ശൈലി അവിടെ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ സിസ്റ്റർ അവർക്ക് സാമൂഹ്യ പ്രവർത്തനത്തിന് അവർക്ക് ഈ ഓരോ ബോധവൽക്കരണം കൊടുത്തു. അവർക്കൊരു ഇതുണ്ടാക്കി, ഈ ക്ഷേമനിധി എന്നുള്ളൊരു സംഭവം അവർക്ക് ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ അവർക്ക് പൈസ കളക്ട് ചെയ്യാനും അവർക്ക് വേണ്ട രീതിയിൽ ഉപയോഗിക്കാനും ആ രീതിയിൽ എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് അതിൽ നിന്ന് സാധിച്ചു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ജീവൻ സിംഗ് എന്ന് പറയുന്ന വ്യക്തി കയ്യിലേക്കാണ് ഇവർക്ക് ഗ്രാൻഡ് കിട്ടുന്നുണ്ട്, ഗവൺമെൻറ്റിൽ നിന്ന് ഗ്രാൻഡ് കൊടുക്കുന്നുണ്ട് ഈ ഗവൺമെൻറ്. അപ്പോൾ അത് ഈ ജീവൻ സിംഗിൻ്റെ കയ്യിൽ വന്നിട്ടാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ എത്ര കിട്ടുന്നു, എങ്ങനെ കിട്ടുന്നു, എങ്ങനെ കൊടുക്കുന്നു എന്നൊന്നും ആർക്കറിയില്ല. ഒരു നിസ്സാര പൈസ അവർക്ക് കിട്ടുന്നു. അപ്പോൾ അവരുടെ ധാരണ എന്താണ്, ഇത് അങ്ങേര് തരുന്നതാണ്, അങ്ങേര് ദൈവത്തെ പോലെ കരുതിക്കൊണ്ടിരിക്കണം. സിസ്റ്റർ അവിടെ ചെന്ന് കളക്ടറെ കണ്ടിട്ട് കളക്ടറോട് പറഞ്ഞു, സാറേ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് വേണ്ടതായ രീതിയിൽ നിങ്ങൾ കൊടുക്കുന്ന രീതിയിൽ ഇവർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് സാർ ഒരു കാര്യം ചെയ്യണം, ഇത് അവർക്ക് നേരിട്ട് കിട്ടാവുന്ന രീതിയിൽ ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ സിസ്റ്ററോട് കളക്ടർ പറഞ്ഞു, സിസ്റ്ററെ ഇതൊന്നും നമുക്ക് പറ്റുന്ന കാര്യമല്ല, ഇവിടെ നിന്നും നടക്കുന്ന കാര്യമല്ല ഇത് നമ്മൾ എന്ത് ചെയ്താലും നടക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ സിസ്റ്ററും കുരിശിൻ്റെ കുരിശയിൽ കൈ പിടിച്ചിട്ട് പറഞ്ഞു, സാറേ ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് ആരും തള്ളിവിട്ടതല്ല, ഞങ്ങൾ കുടുംബത്തിൽ നിന്ന് ആരും അടിച്ചോടിച്ചതല്ല, ഞങ്ങളെ ഈ പാവപ്പെട്ടവർ ഈ പ്രദേശത്ത് ഉണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ട് അവരെ സഹായിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്, അല്ലാണ്ട് കുടുംബക്കാരൊന്നും ഞങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കളക്ടർ പറഞ്ഞു, ഞാൻ ശ്രമിച്ചു നോക്കട്ടെ,
എന്താ അതിൻ്റെ സംഭവം എന്നുള്ളത് നമ്മൾ ശ്രമിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ശ്രമം വിജയകരമായി. അവരെ കയ്യിലെത്തിച്ചു ഈ പൈസകളൊക്കെ. അങ്ങനെ അപ്പോൾ അവർക്ക് കൂടുതൽ സന്തോഷമായി. ഈ സന്തോഷം അവർക്ക് കൂടുതൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവനെ അവർക്ക് വെറുത്തു. ഇവൻ ഇത്രയും നാളും നമ്മളെ പരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോൾ ഇനി ഇവൻ്റെ കൂടെ കൂടിയിട്ട് കാര്യമില്ല എന്നുള്ള ആ ചിന്താഗതി ഇവരെ മനസ്സിലേക്ക് വന്നതോടുകൂടി അവൻ്റെ എല്ലാ കാര്യങ്ങളും പൊളിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ സിസ്റ്ററാണ് ഇതിൻ്റെ കാരണക്കാരി എന്ന് മനസ്സിലാക്കിയിട്ട് ഇവന് ഈ സമന്ദർ സിംഗ് എന്ന് പറയുന്ന വ്യക്തിയെ കൊണ്ട് സിസ്റ്ററിനെ കൊല്ലുക ചെയ്തു. അതാണ് ഈ കൊല്ലാൻ അവൻ ഇത് കൊല്ലാനുള്ള കാരണം. അവസാനം അവൻ ജയിലിൽ പോയി, നിന്നെ ജയിലിൽ നിന്നൊക്കെ ഞങ്ങൾ ഇറക്കിക്കൊള്ളാൻ തോന്നി, ആരും ഒന്നും ഉപദ്രവിക്കലോ പറഞ്ഞിട്ടാണ് ആ കണ്ടീഷനിലാണ് ഇവനെ ചെയ്തേക്കണത്. പക്ഷേ ആളെ കൊന്നു കഴിഞ്ഞപ്പോൾ ഇവന് കാശും കൊടുത്തില്ല, ജയിലിൽ ഇവനെ ആക്കുകയും ചെയ്തു. പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അങ്ങനെ 7 വർഷം അവൻ ജയിലിൽ കിടന്നു കഴിഞ്ഞിട്ട് ഈ സാമി അച്ഛൻ എന്ന് പറയുന്നൊരു അച്ഛൻ, ആ അച്ഛൻ ഇവനെ പോയി കണ്ടു, ജയിലിൽ പോയി കണ്ടു. ഇവൻ്റെ ഈ പ്രതികരണങ്ങൾ അറിയാനും ഇവൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാനും വേണ്ടിയിട്ട് അച്ഛൻ പോയി കണ്ടു. അപ്പോൾ അങ്ങനെ കണ്ടു കഴിഞ്ഞു, എന്തൊക്കെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞത് വാക്ക്, ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഇവനെ കൊല്ലും, ഈ ജീവൻ സിംഗിനെ കൊല്ലും, എന്നിട്ട് ഞാനും മരിക്കും. അതാണ് എൻ്റെ ഇപ്പോഴത്തെ മനസ്സിൻ്റെ ആശയം. അത് ഞാൻ ചെയ്തിരിക്കും. അച്ഛനെ പിന്നെ അവനെ 2-3 പ്രാവശ്യം പോയി കണ്ട് അവൻ്റെ മനസ്സ് മാറ്റി, അത് കഴിഞ്ഞ് നിന്നെ ഞങ്ങൾ പുറത്തിറക്കി കഴിഞ്ഞാൽ നിനക്കത് സമ്മതമാണോ? നിന്നെ ഞങ്ങൾ പുറത്തിറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വന്ന് അപ്പോൾ പിന്നീടാണ് അച്ഛൻ സെൽമീനെ വന്ന് കാണുന്നത്. സെൽമീനെ വന്ന് കണ്ടിട്ട് പറഞ്ഞു, കോൺവെൻറ്റിൽ വെച്ചിട്ട് കണ്ടു പറഞ്ഞു, സെൽമി ഇങ്ങനൊരു കാര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ജീവൻ സിംഗ് ഞാൻ പറഞ്ഞു ഒരു മനസ്സിലൊരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യണം, എല്ലാ വർഷവും പോയി അവന് രാഖി കെട്ടണം. അപ്പോൾ ഈ രാഖി കെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം സഹോദരനായിട്ട് സ്വീകരിക്കുക എന്നുള്ളതാണ് ആ രാഖിയുടെ അവരുടെ ആശയം. അപ്പോൾ സിസ്റ്റർ ചെന്ന് സമന്ദർ സിംഗിനെ രാഖി കെട്ടി സ്വന്തം സഹോദരനായി സ്വീകരിക്കുകയാണ്. 2-3 വർഷം അങ്ങനെ പോയി. ഈ 2-3 വർഷം അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, നമുക്ക് അവനെ ഇനി റിലീസ് ചെയ്യിപ്പിക്കാം, ജയിലിൽ നിന്ന് ഇറക്കിക്കാം എന്ന് പറഞ്ഞ് അവരെ മുകളിൽ പോയി ആളുകളെ കണ്ട് സംസാരിക്കുമ്പോൾ അച്ഛൻ അതൊന്നും നടക്കില്ല, നടക്കാത്ത കാര്യങ്ങളാണ്, ഇതേവരെ ഇവിടെ നടക്കാത്തൊരു കാര്യമാണ്, അത് നടക്കില്ല എന്ന് അവർ പറഞ്ഞു. അച്ഛൻ അതുകൊണ്ട് നിശാന്തം ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് അപ്പോൾ ഈ പേരൻസിൻ്റെ ഒക്കെ ലെറ്റർ വേണം. ഇത് അപ്പോൾ ഈ പേരൻസ് അപ്പോൾ ഞങ്ങൾക്ക് ഈ ലെറ്ററൊക്കെ എഴുതി വീട്ടിലേക്ക് അയച്ച് ഞാനും എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും കൂടി അതിൽ സൈൻ ചെയ്ത് കൊടുത്ത് വിട്ടിട്ട് അവസാനം അത് അച്ഛൻ്റെ ആ ഉദ്ദേശം സാധിച്ചു, അവനെ റിലീസാക്കി. ഇവനെ ജയിലിൽ നിന്ന് പുറത്ത് കടന്നു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് അപ്പച്ചനെയും അമ്മയും പോയി കാണണം, പുല്ലുവഴി പോയി എനിക്ക് അപ്പച്ചനെയും അമ്മയും കാണണം, അവരോട് ക്ഷമ ചോദിക്കണം. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഈ സാമ്യച്ചൻ തന്നെയാണ് വീട്ടിൽ കൊണ്ടുവന്നത്. അത് 2007 ജനുവരി 19 ഇവർ വീട്ടിൽ ക്ഷമയ്ക്ക് വേണ്ടിയിട്ട് ഇവർ വീട്ടിൽ വരുന്നത്. അങ്ങനെ അന്നേരം അപ്പച്ചൻ സുഖമില്ലാതെ കിടപ്പാണ്, ഭക്ഷണം കഴിക്കാനായിട്ട് മുക്കിയോട് ട്യൂബിട്ടു, യൂറിൻ പോകാനായിട്ട് ട്യൂബിട്ടു, അങ്ങനെയൊക്കെ ആ അവസ്ഥയിൽ അപ്പച്ചൻ കിടപ്പാണ്. ആ അവസ്ഥയിൽ പോലും അവർ ഹിന്ദിയിൽ പറഞ്ഞു തരുമ്പോൾ അമ്മയ്ക്ക് മലയാളമൊക്കെ അറിയുള്ളൂ. അമ്മ പറഞ്ഞു, മോനെ നിന്നോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, നീ എൻ്റെ മകളെ 51 കുത്തി കൊന്നെങ്കിലും അന്നൊക്കെ നിന്നോട് എനിക്ക് വളരെ വിരോധമായിരുന്നു, നിന്നെ എൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള രീതിയിലായിരുന്നു എൻ്റെ മനോഭാവം, അതൊക്കെ മാറി, അതുകൊണ്ട് നിന്നെ എൻ്റെ സ്വന്തം മകനായിട്ട് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവർ തമ്മിൽ കെട്ടിപ്പിടിച്ചു. അപ്പോൾ എനിക്ക് ആരായി? സമന്ദർ സിംഗ് എൻ്റെ സഹോദരനായി. അപ്പോൾ ഞാൻ എൻ്റെ സഹോദരനായിട്ട് ഞാൻ അവനെ സ്വീകരിച്ചു. അങ്ങനെ എല്ലാവരും എൻ്റെ സഹോദരിമാരും സഹോദരമൊക്കെ അവനെ സഹോദരനായിട്ട് സ്വീകരിച്ച് ഞങ്ങളിപ്പം അമ്മയോട് എന്ന് ചോദിച്ചാൽ അമ്മ പറയും, എനിക്ക് 3 ആണുങ്ങളാണ്, എനിക്ക് 8 മക്കളാണുള്ളത്, ഞങ്ങൾ 7 ആയിരുന്നു, അത് ഇപ്പോൾ 8 മക്കൾ എനിക്കുണ്ട്, എനിക്ക് 3 ആണുണ്ട് 5 പെണ്ണുമുണ്ട് എന്ന് അമ്മ ആര് വന്ന് ചോദിച്ചാലും വളരെ വ്യക്തതയോടുകൂടി പറഞ്ഞുകൊണ്ടിരുന്ന സമയമാണ്. അമ്മ മരിക്കുന്നതിന് മുമ്പ് വരെ ഇത് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇവൻ മരിച്ചു കഴിഞ്ഞ് കുറേ നമ്മുടെ ഈ പെസഹ നാളുകളായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ അമ്മേനെ കൊണ്ടുപോയി സിസ്റ്റർ സ്റ്റാർലി എന്ന് പറഞ്ഞ അവിടുത്തെ പ്രൊവിൻഷ്യലായിരുന്നു സ്റ്റാർലി സിസ്റ്റർ, അമ്മേനെയും കൊണ്ട് പോയി.
അമ്മയോട് ചോദിച്ചോ, ഞാൻ എൻ്റെ കൂടെ അമ്മ വരാൻ തയ്യാറാണെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ മരിച്ചതെന്ന് പോയില്ലായിരുന്നു, അതിന് പകരമായിട്ട് കൊണ്ടുപോയതാണ്. അപ്പോൾ സിസ്റ്റർ സെൽമി അന്നേരം അവിടെ ഉണ്ട്, മകള്, ഇളയ ആൾ. അപ്പോൾ അവർ പള്ളിയിൽ നിന്ന് വണ്ടി വന്നിട്ടാണ് അവർ പള്ളിയിൽ കുർബാനയ്ക്ക് രാവിലെ പോയിക്കൊണ്ടിരുന്നത്. ഒരു ദിവസം വണ്ടി വന്നില്ല. അപ്പോൾ അമ്മ നമുക്ക് നടന്നു പോകാം. അപ്പോൾ സെൽമി പറഞ്ഞു, സെൽമി പറഞ്ഞു, അമ്മേ അങ്ങനെ നടന്നു പോയി കഴിയുമ്പോൾ ഈ കൊന്ന ആളെങ്ങാനും നേരെ വന്ന് അമ്മേനെ എന്തെങ്കിലും ഉപദ്രവിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിന് നമുക്ക് നിന്ന് പോകണം. ഇവൻ നടന്നു പോയിക്കൊണ്ടിരുന്ന സമയത്ത് സെൽമി ചോദിച്ചു, അമ്മേ ഇപ്പോൾ ഈ അമ്മയുടെ മകളെ കൊന്ന വ്യക്തി അമ്മയുടെ അടുത്തേക്ക് നേരിട്ട് വന്നു കഴിഞ്ഞാൽ അമ്മ എന്ത് ചെയ്യും? അപ്പോൾ അമ്മ പറഞ്ഞ വാക്ക്, ഞാൻ അവൻ്റെ കൈ പിടിച്ചാണ് മുത്തും. എൻ്റെ മകളുടെ രക്തം അവൻ്റെ കയ്യിലുണ്ട്, അവൻ്റെ കൈ പിടിക്കാൻ മുത്തും എന്നാണ് അമ്മ പറഞ്ഞൊരു വാക്ക്. അപ്പോൾ അത്രയ്ക്കും അവനോട് സ്നേഹിക്കാനും അവനോട് ക്ഷമിക്കാനും അമ്മ കാണിച്ച അമ്മയും അപ്പച്ചനും കാണിച്ച ആ മനോഭാവം ഞങ്ങളിലേക്ക് ഇപ്പോൾ ഞങ്ങളുണ്ടായി. ഇപ്പോൾ ആരോട് ക്ഷമിക്കാനും ഞങ്ങൾക്ക് ഒരു മടിയില്ല. ക്ഷമാശീലവും സ്നേഹവും വിശ്വാസവും നമ്മളിലുണ്ടെങ്കിൽ നമുക്ക് ആരോടും ക്ഷമിക്കാൻ സാധിക്കും. ദൈവമാണ് എൻ്റെ പിതാവ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ദൈവം അല്ലെങ്കിൽ ഈശോ നമ്മളോട് കാണിച്ചിരിക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കും. അത് നമുക്ക് കഴിവുണ്ട്, നമുക്ക് അതിനുള്ള ആ മനോഭാവം നമുക്കുണ്ട്. ക്ഷമിക്കാനും സ്നേഹിക്കാനും വിശ്വസിക്കാനും ആ ഒരു ശീലം നമുക്കുണ്ടായിരിക്കണം. റാണി മരിയയും ഞാനും ഒരുമിച്ച് മഠത്തിൽ ചേർന്നതാണ്. ഞങ്ങൾ ഒരു കാറിനകത്ത് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ അപ്പനും അമ്മമാരുമായിട്ട് പോകുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ എറണാകുളം സേക്രഡ് ഹാർട്ട് പ്രോവിൻസിലാണ് ഞങ്ങൾ ഒരുമിച്ച് വ്രതം ചെയ്ത് സിസ്റ്ററായത്. സാമൂഹ്യ പ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ആ പ്രവർത്തന രംഗങ്ങൾ അവിടുത്തെ സർപ്പഞ്ചിന് അത് അത്ര ഗ്രഹിച്ചില്ല. അതുകൊണ്ടാണ് ഇതിനെല്ലാമുള്ള ആസൂത്രണങ്ങൾ നടന്നത്. അപ്പോൾ പിറ്റേ ദിവസം ഞങ്ങൾ ഈ സ്ഥലത്ത് പോയി. ആ സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഒരു മലയാണ്. ആ മലയിൽ ചെല്ലുമ്പോൾ നമുക്കറിയാം അവിടുന്ന് ഈ മലയ്ക്ക് മുമ്പ് വണ്ടിയിൽ വെച്ച് ഇങ്ങനെ ഒരു തേങ്ങ പൊട്ടിച്ച് സിസ്റ്ററിന് കൊടുത്തു. ആ കൊടുത്ത സമയത്ത് സിസ്റ്റർ ചോദിച്ചു, ഇതെന്താണ്? അപ്പോൾ പറഞ്ഞു, ഇന്നൊരു ആഘോഷമുണ്ട്. ഞങ്ങൾക്കത് കണ്ടു കഴിഞ്ഞപ്പോൾ അന്ന് ആ കുത്തുകൊണ്ടയെല്ലൊക്കെ ഞങ്ങൾ വ്യക്തമായിട്ട് കണ്ടു. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കത് ആ സമയത്തൊരു വികാരം ഉണ്ടെങ്കിൽ തന്നെയും അതൊക്കെ നമ്മുടെ തമ്പുരാൻ അനുവദിച്ചതാണ് എന്നൊരു ഫീലിംഗ് ആ സമയത്ത് വന്നു.